الحمد لله الذي أنزل القرآن هدى للناس وبينات من الهدى والفرقان. الحمد لله الذي خلق الموت والحياة ليبلو الناس أيهم أحسن عملا. الحمد لله الذي خلق الإنسان علمه البيان الذي علم بالقلم علم الإنسان ما لم يعلم. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. نعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. صدق الله. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, ജീവിതത്തിൽ തഖ്വയുള്ളവരായിരിക്കുക. ഈമാനിൻ്റെ അടിസ്ഥാന ശിലകളൊക്കെ ജീവിതത്തിൽ ചോർന്നു പോകാതെ ഏതൊക്കെ പ്രതിസന്ധി പരീക്ഷണ ഘട്ടങ്ങളിലും ദീനിൻ്റെ ഉസൂലുകൾ, അതിൻ്റെ അർക്കാനുകൾ, അതിൻ്റെ പ്രമാണങ്ങൾ, അതിൻ്റെ ഏടുകൾ, അതിൻ്റെ അധ്യാപനങ്ങൾ, അതിൻ്റെ പാഠ്യങ്ങൾ അത് കാലിക പ്രസക്തിയോടുകൂടി കാലത്തിനുജകുന്ന രീതിയിലുള്ള ചാലക സ്വഭാവത്തോടുകൂടി ചേർത്ത് പിടിക്കുക എന്നതും പ്രകാശിപ്പിക്കുക എന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നതും ദീനീ ബാധ്യതയാണ്, ഈമാൻ്റെ അടിസ്ഥാന ശിലയാണ്. ആ അർത്ഥത്തിൽ തഖ്വയോടുകൂടി ഈമാൻ ജീവിതത്തിൽ പുലരുന്നു എന്ന് ഞാനും നിങ്ങളും ഉറപ്പുവരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആ അർത്ഥത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമത്തിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മത്ത് മുസ്ലിമ നമ്മളെപ്പോഴും പറയാറുള്ള അങ്ങനെ ഒരു ഉമ്മത്ത് അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായിക്കൊണ്ടും മാർഗദർശിയായിക്കൊണ്ടും അവരിലൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനെ ജീവിതത്തിൻ്റെ വെളിച്ചമായും മാർഗമായും സ്വീകരിച്ചുകൊണ്ട് ആ പ്രമാണങ്ങളിലൂടെ നിഷ്കർഷിക്കപ്പെട്ട ആരാധന കർമ്മങ്ങൾ ജീവിതത്തിൽ പകർത്തി മുന്നേറുന്ന ഒരു ഉത്തമ സമൂഹം എന്ന അർത്ഥത്തിലാണ് ഉമ്മത്ത് മുസ്ലിമ എന്നെപ്പോഴും നമ്മളും പ്രമാണങ്ങളും എന്നും പറഞ്ഞിട്ടുള്ളതും പറയേണ്ടത്. നിലവിലെ സാഹചര്യങ്ങളിൽ അതിൻ്റെ ഏഴ പിരിച്ച് ചർച്ച ചെയ്യാൻ കുത്തുബകൾ ഔചിത്യമല്ല, സമയം അനുവദിക്കുന്നില്ലെങ്കിലും നമുക്കറിയാം നമ്മുടെ ദീനീപരമായ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ പ്രമാണങ്ങളുടെ വിശദീകരണങ്ങളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ജീവിതത്തിൽ ദീൻ പ്രകാശിപ്പിക്കേണ്ടുന്ന രീതിയും മേഖലയും അതിൻ്റെ പ്രതലങ്ങളെയും തൊട്ടുമൊക്കെ നമുക്കിടയിൽ പോലും ഒന്ന് ഐക്യപ്പെടാൻ കഴിയാത്ത വളരെ ദുര്യോഗം വന്ന ഒരവസ്ഥയിലൂടെ കുറച്ചു കാലമായി പ്രത്യേകിച്ചും ഉമ്മത്ത് മുസ്ലിമ കടന്നു പോകും. തീർത്തും നമ്മളുമായി ബന്ധപ്പെട്ട
ആശയവിനിമയ വിമർശനങ്ങൾക്ക്, അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് തീരെ സാധ്യത വേണ്ടതില്ലാത്ത വിഷയങ്ങളിൽ പോലും, അത് സുന്നത്ത് നോമ്പ് നോൽക്കുന്ന വിഷയത്തിലാവട്ടെ, റമദാൻ മാസം തുടങ്ങുന്ന വിഷയത്തിലാവട്ടെ, ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ആഘോഷങ്ങൾ സാമൂഹികമായി കൊണ്ടാടുന്ന വിഷയത്തിലാവട്ടെ, അതിലൊരു ഏകീകരണത്തിനും അതിലൊരു ഐക്യപ്പെടലിനും പോലും കഴിയാത്ത വിധത്തിൽ ആ ഐക്യപ്പെടലിനുള്ള ശ്രമങ്ങളൊക്കെയും കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മളൊക്കെ നമ്മുടെ സംഘടന തിരിഞ്ഞും നമ്മുടെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലും നമ്മുടെ സംഘടനാ നേതൃത്വത്തിലുമൊക്കെ നടക്കുന്നു എന്ന് നമ്മൾ സ്വയം ബോധ്യപ്പെട്ടിട്ടും നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടും നമുക്കതിന് കഴിയാതെ പോകുന്നു എന്നതിലുപരി കാലാന്തരെ മുന്നോട്ട് പോകുന്തോറും ആ വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ അകലം കൂടി വരുന്നു എന്നത് ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം. അതെവിടെ ചെന്ന് എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ആഴ്ച പോലും കേട്ട ഒരു വർത്തമാനമാണ്. അങ്ങനെയായാൽ പിന്നെ എന്താ ചെയ്യുക? ഓരോരുത്തരും അവർക്ക് ശരിയെന്ന് തോന്നുന്ന പോലെ സ്വീകരിക്കട്ടെ. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഞാൻ പുറത്തുള്ള ആളാണ്. ഇവിടെ വന്നപ്പോൾ വളരെ കൗതുകകരമായ ചില വാർത്തകൾ. നോമ്പ് നോൽക്കുന്ന വിഷയത്തിലാവട്ടെ, പലർക്കും നോമ്പ്, പലർക്കും നോമ്പില്ല. ഒരു വീട്ടിൽ തന്നെ പലർക്കും നോമ്പ്. എല്ലാവരും നോൽക്കുന്നത് ഒരേ നോമ്പാണ്, എല്ലാവരും നിലനിൽക്കുന്നത് ഒരേ ദീനാണ്, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരേ പ്രമാണമാണ്, ഒരേ മാർഗമാണ്, ഒരേ മാർഗദർശനമാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഒന്ന് ഐക്യപ്പെടാൻ കഴിയാതെ പോയത്? ഞാൻ നേരത്തെ പറഞ്ഞ വർത്തമാനം, എല്ലാവരും സംശയത്തിലാണ്, എല്ലാവരും ആശങ്കയിലാണ്, എല്ലാവരും ചെയ്യുന്നതും ചെയ്യേണ്ടതും ഒരേ ഇബാദത്തും ഒരേ ലക്ഷ്യവും ഒരേ മാർഗവും ഒക്കെ ആവണമെന്ന നിർബന്ധം ഓരോരുത്തർക്കുണ്ടായിട്ടും എന്താ ചെയ്യുക? നിനക്ക് ശരിയെന്ന് തോന്നുന്നു, നിന്റെ കൂടെ നീ നിൽക്കുക. അങ്ങനെ ഓരോരുത്തരും നിൽക്കട്ടെ. അതാണോ ദീനിൻ്റെ ഒരു രീതി? അത് എന്ന് തുടങ്ങിയ രീതിയാണത്? ഓരോരുത്തരും തങ്ങൾക്ക് തൃപ്തികരമെന്ന് തോന്നുന്നത്, തങ്ങൾക്ക് ഹിതകരമെന്ന് തോന്നുന്നത്, തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത്, അതങ്ങനെയുണ്ട് തീരുമാനിച്ച് ഓരോരുത്തരും ഒറ്റയ്ക്കും തെറ്റയ്ക്കും ദീനീ ബാധ്യതകളും ദീനീ കർമ്മങ്ങളും ആരാധനാ കർമ്മങ്ങളും എത്തുന്നിടത്ത്, അനുഷ്ഠിക്കുന്നിടത്ത് ദീനുൽ ഇസ്ലാമിനെ കൊണ്ടുചെന്ന് എത്തിച്ചെങ്കിൽ അതിൻ്റെ ഒരു മാനദണ്ഡം എന്താണ് എന്ന് അങ്ങ് മേലെ തട്ടിൽ നിന്ന് ഇത്തരം അനുഷ്ഠാനങ്ങൾ താഴെ തട്ടിൽ നിന്നുകൊണ്ട് നിവർത്തിക്കുന്ന ഓരോ വിശ്വാസിക്കും ബാധ്യതയില്ലേ? അള്ളാഹുവിൻ്റെ പ്രവാചകനാൽ പൂർത്തീകരിക്കപ്പെട്ട, പ്രവാചകന്റെ കാലത്ത് തന്നെ, പ്രവാചകന്റെ വഫാത്തിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കപ്പെട്ട അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇതാ ഇന്ന് നിങ്ങൾക്ക് ദീൻ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. ആ പൂർത്തീകരണത്തിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതിൽ കുറയ്ക്കാനുമില്ല കൂട്ടാനുമില്ല. അങ്ങനെ പറഞ്ഞ് പൂർത്തീകരിച്ച ഒരു ദീന്, ആ ദീനിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെട്ട ആ പ്രമാണത്തിനകത്ത് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീന യുജാഹിദൂന ഫീ സബീലില്ലാഹ്. അതൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ വിഷയമല്ല. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട ഒരു പരിശുദ്ധ ഖുർആനിൽ പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷവും ദീനിൽ ഇനി കൂട്ടിക്കടത്തലുകളോ വെട്ടിച്ചേർക്കലുകളോ ആവശ്യമില്ലെന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുത്തിയതിന് ശേഷവും ആ ആയത്തുകളും ആ അവതരണങ്ങളുമൊക്കെ പരിശുദ്ധ ഖുർആനിൽ തന്നെ തുടരേണ്ടതുണ്ട് എന്ന് അള്ളാഹുവിനും പ്രവാചകനും പരിശുദ്ധ ഖുർആനിനും തന്നെ നിർബന്ധമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി, നിങ്ങൾ ദീനിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പം അങ്ങനെ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അതെന്താ വഴിതെറ്റ? ഞാൻ ഇന്നു മുതൽ മുസ്ലിം അല്ല എന്നൊരാൾ പറയല്ല, അങ്ങനെയല്ല, അവരെ കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത്. പ്രവാചകന്റെ വഫാത്തിന്റെ നിമിഷം മുതൽ, കുറെ കാലമൊന്നും വേണ്ട, പ്രവാചകന്റെ വഫാത്തിന്റെ നിമിഷം മുതൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ നിലയ്ക്ക് നിർത്താൻ, അവരെ ഓർമ്മപ്പെടുത്താൻ, അവരെ ബോധ്യപ്പെടുത്താൻ, ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ മുർത്തദുകളായി പോയേക്കാം. ഈ വിഷയത്തിൽ ആളുകൾ മുർത്തദായി എന്നല്ല ഞാൻ പറയുന്നത്. മുർത്തദ് ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം ഒറ്റയ്ക്ക് അങ്ങോട്ടുണ്ടാവുന്ന ഒരു മുർത്തദല്ല, അങ്ങനെ ഇർത്താദല്ല. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇർത്താദിൻ്റെ വിഷയങ്ങൾ കടന്നു വരികയും നമ്മൾ മെല്ലെ മെല്ലെ ദീനിൻ്റെ ആ ഒരു അഴകുഴമ്പൻ സംവിധാനത്തിലേക്ക് നമ്മൾ പോലും അറിയാതെ മാറുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ ദീനിൻ്റെ നിലനിൽപ്പ് അപ്രത്യക്ഷമാവുകയോ അല്ലെങ്കിൽ അത് കാണപ്പെടാതെ പോവുകയോ ചെയ്യും. അതിനെല്ലാ ഭാഗത്തു നിന്നുമുള്ള എല്ലാ ഭാഗത്തുള്ള പ്രയത്നങ്ങളും ഉണ്ടാകും. അത് രാഷ്ട്രീയ മേഖലയിൽ നിന്നാവട്ടെ,
ഇതര മതങ്ങളുടെ ഭാഗത്ത് നിന്നാവട്ടെ ഒക്കെ ഉണ്ടാവും, അതൊന്നും നമുക്ക് തടയാൻ കഴിയില്ല. പക്ഷെ അവിടെയൊക്കെ നമ്മെ നിലനിർത്തി പോകുന്നത്, അവിടെയൊക്കെ നമ്മൾ നിലനിന്ന് പോകുന്നത്, അവിടെയൊക്കെ ദീനിൻ്റെ ഉറച്ച ചുവടുകളുമായി നമ്മൾ മുന്നോട്ട് പോയത് നമ്മുടെ ഉസൂലുകളിലും നമ്മുടെ അർക്കാനുകളിലും നമ്മുടെ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും നമുക്കിടയിൽ ഇത്ര വലിയ ഒരു ആശയ സംഘട്ടനങ്ങളോ സംഘർഷങ്ങളോ ഇല്ലാതിരിക്കുക എന്നതിൻ്റെ പേരിലാണ്. അതിലേക്കാണ് പോകുന്നത്. ഞാൻ ഈ പറഞ്ഞതാണ് ശരി, ഞാൻ എന്നെക്കുറിച്ചല്ല പറയുന്നത്, ഞാൻ കേട്ട വർത്തമാനം പറയും. ഞാൻ പ്രതിനിധീകരിക്കുന്ന സംഘം, എൻ്റെ അണികൾ, എൻ്റെ അനുയായികൾ ഇത് സ്വീകരിക്കണം. അതാണ് ശരി. അതിനെനിക്ക് മാനദണ്ഡങ്ങളുണ്ട്, അതിനെനിക്ക് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊന്നും ചോദിച്ചുകൂടാ. കേവലം മണിക്കൂറുകളുടെ വ്യത്യാസങ്ങളുടെ പേരിൽ പോലും ആരാധനാകർമ്മങ്ങളുടെ ഈ പറയുന്ന പാലനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റപ്പെടുന്നിടത്ത് നിന്ന് തുടങ്ങി. അതൊന്നുമല്ല വിഷയം, അതിനേക്കാളൊക്കെ എത്രയോ വലിയ വിഷയങ്ങൾ. ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. പരിശുദ്ധ ഖുർആൻ പോയകാല വേദക്കാരെക്കുറിച്ചെന്ന് നമ്മൾക്ക് തോന്നുന്ന ഒരു സൂക്തമുണ്ട്. സൂറത്തുൽ ഹദീദിൽ ചാപ്റ്റർ നമ്പർ 57 വേഴ്സ് നമ്പർ 16 ബനു ഇസ്രായേലികളെ കുറിച്ചാണത്രേ പറയുന്നത് പോലും. അവരെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് ഖുർആൻ പഠിച്ചു വരുന്ന ആളുകളുടെ ഒരു ധാരണ. അങ്ങനെയാണ്. അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. വിശ്വാസികളായ ആളുകൾക്ക് ഇനിയും സമയമായിട്ടില്ല. ചോദ്യമാണ്, അലം, നിങ്ങൾക്കിനിയും സമയമായിട്ടില്ല, നിങ്ങൾക്കൊന്നും നേരം വെളുത്തിട്ടില്ല, നിങ്ങൾക്കിനിയും അതിനുള്ള ഒരു വേള വന്നിട്ടില്ല, നിങ്ങൾക്കിനി തിരിച്ചറിഞ്ഞിട്ടില്ല. എന്താ എപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക? ആമനു, വിശ്വാസികളോടാണ് ചോദ്യം. അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആ ഭയവിഹ്വലതകൾ എവിടെ? അതെന്തിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്? ഏതിൻ്റെ പ്രയോറിറ്റൈസ് ചെയ്തപ്പോഴാണ് നിങ്ങൾക്കത് പിന്നോക്കം വന്നു പോയത്? അള്ളാഹുവിനെ ഓർക്കുന്നിടത്ത് തീർന്നില്ല. വമാ നസല മിനൽ ഹഖ്, സത്യമായി നിങ്ങൾക്ക് ഇറക്കപ്പെട്ട വേദപുസ്തകത്തിലെ വചനങ്ങൾ നിങ്ങൾ വായിക്കുന്നില്ലേ? ഇത് ജൂതന്മാർ വായിക്കുന്നതാ? ഇത് ക്രിസ്ത്യാനികൾ വായിക്കുന്നതാ? ജൂതന്മാരാൽ വായിക്കപ്പെടാത്തതും ക്രിസ്ത്യാനികളാൽ വായിക്കപ്പെടാത്തതും എന്നാൽ മുസ്ലിങ്ങൾ നാൾക്ക് നാൾ വായിച്ചുകൊണ്ടേയിരിക്കുന്നതുമായ ഒരു ഗ്രന്ഥമാണ് ചോദിക്കുന്നത്. അലം യഅ്നിലില്ലദീന ആമനു. നിങ്ങൾക്ക് നേരായിട്ടില്ല, നിങ്ങൾ വിശ്വാസികളാണെന്ന് പറയുന്നല്ലോ, നിങ്ങൾക്ക് സമയമായിട്ടില്ല. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നവരല്ലേ നിങ്ങൾ? അത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു ഭയപ്പാടുണ്ടാവണ്ടേ? നിങ്ങളുടെ കയ്യിലല്ല സത്യസൂക്തങ്ങളുള്ളത്. ആ സൂക്തങ്ങൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, മനനം ചെയ്യുമ്പോൾ, അത് വിശകലനം ചെയ്യുമ്പോൾ എന്തേ നിങ്ങളുടെ മനസ്സുകൾ കുലുങ്ങാത്തത്? എന്നിട്ടാണ് പിന്നെ പറയുന്നത് എന്തെന്ന്? നിങ്ങൾക്ക് മുമ്പ് കിതാബ് അവതരിപ്പിക്കപ്പെട്ട ആളുകളുടെ പോലെ ആയിത്തീരല്ലേ. അപ്പൊ അത് അവരെ കുറിച്ചല്ല, അവരെ പോലെ നിങ്ങളാവല്ലേ. അപ്പൊ അവരിലുള്ള എന്തെങ്കിലും ഗുണങ്ങൾ നമ്മിലേക്ക് വന്നാൽ, അതിൻ്റെ പേരിൽ ഖുർആൻ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നാൽ, അത് തിരുത്താൻ വേണ്ടി പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന് ഇടപെടേണ്ടി വന്നാൽ, ആ സാഹചര്യങ്ങൾ ഈ ഉമ്മത്ത് മുസ്ലിമയിൽ ഉണ്ടായി തുടങ്ങുമ്പോൾ ആ ആയത്തുകളുടെ പ്രസക്തി എത്ര ഉണ്ടാവും? അതിനല്ലേ പരിശുദ്ധ ഖുർആൻ, അതിനല്ലേ പരിശുദ്ധ ഖുർആൻ ഇടപെടൽ എന്ന് പറയുന്നത്. അല്ലാണ്ട് വായിച്ച് പുണ്യം നേടാനുള്ള ഒരു ഗ്രന്ഥമാണെന്ന് എനിക്ക് അന്നും ഇന്നും ഒരിക്കലും അങ്ങനെ ആവില്ലല്ലോ. വായിച്ച് പുണ്യം നേടാം, വായിച്ച പുണ്യം കിട്ടും, പക്ഷെ ആ പുണ്യം കിട്ടേണ്ടടുത്തേ കിട്ടുള്ളൂ. കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ചിലപ്പോൾ ഹിജറയെ കുറിച്ചായിട്ടുള്ള കേട്ടിട്ടുണ്ടാവുക. ഗതിമുട്ടിയാൽ ഹിജറ തന്നെ, ഹിജറയുടെ പ്രതിഫലത്തെക്കുറിച്ച്, ഹിജറയുടെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളൊക്കെ ദീനിൻ്റെ പ്രബോധനത്തിനും അതിൻ്റെ വിജയകരമായ സംസ്ഥാപനത്തിനും വേണ്ടിയിട്ട് ഒരു ഹിജറയ്ക്ക് വേണ്ടി പുറപ്പെട്ടപ്പോൾ അത് ദീനിൻ്റെ ഉസൂലുകളിൽ പെട്ടതാണെങ്കിൽ കൂടി, അത് ദീനിൻ്റെ പ്രസക്തമായ ഒരു കാര്യമാണെങ്കിൽ കൂടി, അന്ന് ആ പ്രവാചകനെയും അനുയായികളെയും സ്വീകരിക്കുവാൻ, കൈകൊട്ടിപ്പാടി സ്വീകരിക്കുവാൻ, തലാൽ ബദറു അലൈന എന്ന് പാടി സ്വീകരിക്കുവാൻ ഒരു എതിരിവുണ്ടായിരുന്നു. അങ്ങനെ പോവാൻ ഒരു എതിരിവ് പോലും ഇല്ല. അതുകൊണ്ട് ഹിജറയുടെ പ്രായോഗികതയെക്കുറിച്ച് ആയിരിക്കില്ല ഹിജറയെക്കുറിച്ച് പറഞ്ഞവരെമ്പാടും പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചത്. മറിച്ച് അത്തരമൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ നിലവിലെ വ്യവസ്ഥിതി മാറാനുള്ള ഒരു സാഹചര്യം നമ്മിൽ നിന്നുണ്ടാകരുത്. ആർക്കും എന്തും പറയാം. ഞങ്ങൾ നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണ്, അവരാണ് മുസ്ലിങ്ങളെ തരംതിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ഭൂരിപക്ഷ പ്രീണനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും
നമ്മിലെ ചില ആളുകളെ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ അവരെ കുറിച്ചാണ് പറയണമെന്ന് പറയും. അപ്പം നമുക്ക് തോന്നുന്നു ഞാൻ അതിൽപ്പെട്ട ആളല്ല. ഇതാണിപ്പോൾ ഏറ്റവും വലിയ കെണി. അതാണ് ഇസ്ലാമിന് നിരക്കാത്ത എന്തെങ്കിലും ഒരു കാര്യവുമായി മുന്നോട്ട് വരുമ്പോൾ അതൊരു പക്ഷെ മതരാഷ്ട്രവാദക്കായിരിക്കും. ഇസ്ലാമിന് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു മതരാഷ്ട്രവാദം. ഇസ്ലാം ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ ഒരു ഇസ്ലാമിക സംഘമോ സംഘടനയോ പ്രസ്ഥാനമോ ഒരിക്കൽ പോലും മുന്നോട്ട് വെച്ചിട്ടില്ലാത്ത മതരാഷ്ട്രവാദം എന്ന, അതേസമയം ലോക മാനവികതയുടെ ശത്രുക്കളായ, ഇസ്ലാമിൻ്റെ മാത്രമല്ല, ലോക മാനവികതയുടെ ശത്രുക്കളായ ജൂത സംഘ് ശക്തികളുടെ എക്കാലത്തെയും മുദ്രാവാക്യമായ ആ മതരാഷ്ട്രവാദം അത് ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിവെക്കുകയും അതിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ ഇസ്ലാമോ ഫോബിയ വളർത്തി ഒറ്റപ്പെടുത്തുകയും കൂട്ടിക്കൊടുക്കുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചാൽ അത് നിങ്ങളെ കുറിച്ചല്ല, അത് അവരെ കുറിച്ചാണ്. ഓക്കെ, എന്നാൽ പിന്നെ തിരക്കടില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചെങ്കിൽ അവിടെയാണ് പറഞ്ഞത്, നിങ്ങൾക്കിനിയും ഐക്യപ്പെടാനോ ഒന്നിച്ചിരിക്കാനോ ചർച്ച ചെയ്യാനോ, ഇത് ഞങ്ങളുടെ വിഷയമാണ്, ഇതിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്ന് ഒറ്റക്കെട്ടായിട്ട്. ഇപ്പോഴും പറയണത് അങ്ങനെ തന്നെയാണ്, പക്ഷെ ആ ഞങ്ങൾക്ക് കുറച്ച് മൈനോറിറ്റി ആയിപ്പോയി എന്ന് മാത്രം. ആ ഞങ്ങളിൽ ഉമ്മത്ത് മുസ്ലിമ വരുന്നില്ല, അതിനകത്തുള്ള ഓരോ വിഭാഗങ്ങളായിട്ട് വരുന്നു. തദ്ഹ ബരീഹിക്കുമെന്നൊക്കെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾ അങ്ങനെ എന്നാ നിങ്ങളെ കാറ്റ് പോകുന്നു. നമ്മൾ തമാശക്ക് പറയുന്ന നിങ്ങളെ കാറ്റ് പോകുന്നു പറയണമൊക്കെ പരിശുദ്ധ ഖുർആന്റെ പ്രയോഗങ്ങൾ, പരിഹാസ്യമായ പരിഹസിക്കുന്ന പ്രയോഗങ്ങൾ. അങ്ങനെ കാറ്റ് പോയി കിടക്കുന്നൊരവസ്ഥ. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെ ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നു അൽ-അമദു ഫഖസത്ത് ഖുലൂബുഹും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് അങ്ങോട്ട് പോകുന്തോറും നിങ്ങളുടെ ഹൃദയം കട്ടിയാവാൻ തുടങ്ങും. പിന്നെ അള്ളാഹിൻ്റെ പേര് കേട്ടാലും ദിക്റുകൾ ഉണ്ടായാലും പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേട്ടാലും ഓതിയാലും പഠിപ്പിച്ചാലും പിന്നെ കൽവ് കുലുങ്ങുലാണ്. പിന്നെ അത് അതിൻ്റെ വഴിക്ക് പോകും. അപ്പോൾ പിന്നെ എടുക്കുന്നൊരു തീരുമാനമാണ്, എനിക്കതും സ്വീകാര്യമില്ല അതും സ്വീകാര്യമില്ല, അത് നിങ്ങൾ തന്നാവും, അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഉമ്മത്ത് മുസ്ലിമയുടെ അംഗങ്ങളും മാറി നിന്നുകൊണ്ട് തങ്ങൾക്ക് തോന്നിയത് ശരിയെന്നും തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് തങ്ങളുടെ പരിപാലനമെന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ഇസ്ലാമിൻ്റെ ഏഴകൾ ഒന്നൊന്നായിട്ടല്ല ഒന്നാകെ നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ട്. അപ്പം എന്താണ് ഈ അഹ്ലി കിതാബുകാരെ പോലെ ആവല്ലേ എന്നത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താണ്? അഹ്ലി കിതാബുകാരെ പോലെ ആവരുത് എന്ന് പരിശുദ്ധ ഖുർആൻ ഉമ്മത്ത് മുസ്ലിമയോട് പറയുന്നത് എന്താ? അത് കുറേ ഉണ്ട്. അതിലേതായാലും ചിലത് ഞാൻ പറയാം. ഒന്ന്, അവർ ഈ പഠിച്ച അവർക്ക് നൽകിയ ദൈവവചനങ്ങളെ തുച്ഛവിലക്ക് വിൽക്കുമെന്നാണ് പ്രമാണങ്ങൾ. അങ്ങനെയാണ് ഒരു പദപ്രയോഗം, തുച്ഛവിലക്ക്. അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും സൂറത്തു തൗബയിൽ 9-ാമത്തെ വചനം, അധ്യായം 9 വചനവും 9. എന്താണ്? ഇസ്തറൂ ബി ആയാത്തില്ലാഹി സമനൻ ഖലീലൻ ഫസദ്ദു അൻ സബീലിഹി. അവർ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ തുച്ഛവിലക്ക് വെക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയൊരു പെട്ടിപ്പൂടി തുടങ്ങിയിട്ട് ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ ഓരോന്ന് വെക്കില്ല, അങ്ങനെയല്ലല്ലോ. എന്താണോ പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഉൾക്കൊള്ളുന്നത് അത് കൃത്യമായി പറഞ്ഞു കൊടുത്താൽ അതിപ്പോൾ തൽക്കാലം ശരിയാവൂല, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതില്ല എന്ന് ആരിൽ നിന്നുമോ കമ്മച്ചം വാങ്ങി അത് വേറൊരർത്ഥത്തിൽ അവരെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഇഷ്തറു സമനം കലീൽ എന്ന് പറയുന്നത്. തുച്ഛവിലക്ക് വിലക്ക്. തുച്ഛവിലക്ക് പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളെ അധ്യാപനങ്ങളെ വിറ്റുകളയുക. ഫസദ്ദു അൻ സബീലിഹി, അതിൻ്റെ പേരിൽ അങ്ങനെ ആ വഴിക്ക് നടക്കേണ്ട ആളുകളെ വേറെ വഴിക്ക് തിരിച്ചുവിടുക. അതല്ലേ നടക്കുന്നത്? അതാണത്രേ മുൻകാല വേദക്കാർക്ക് സംഭവിച്ചത്. നമ്മളന്ന് പറയണില്ല. അത് കേൾക്കുന്നവരും ഇന്നത്തെ സമകാലിക പ്രശ്നങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നവരും സ്വയം തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. ഞാനങ്ങനെ പറയുന്നില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നതെന്തോ പഠിപ്പിക്കുന്നതെന്തോ പ്രവാചകന്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നതെന്തോ അത് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്താണോ അതിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങളിൽ നിന്ന് അതിൻ്റെ അർത്ഥങ്ങളിൽ നിന്ന് മാറ്റി അവിടെ അങ്ങനെയല്ല ഇവിടെ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ വഴിക്ക് നടക്കേണ്ടുന്ന ആളുകൾ വഴിമാറി നടക്കുകയും യഥാർത്ഥ അധ്യാപനങ്ങൾ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ. ആ അവസ്ഥ പോയകാല വേദക്കാർക്ക് സംഭവിച്ചാണ്. അതുകൊണ്ടാണ് പിന്നീട് ഒരു വേദം ഇറക്കേണ്ടി വന്നത്. പക്ഷെ പരിശുദ്ധ ഖുർആന് ശേഷം അങ്ങനെ ഒരു വേദവും അങ്ങനെ ഒരു പ്രവാചകനും ഇറങ്ങാനില്ല എന്ന് ആ പരിശുദ്ധ വേദം തന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഇനി വേദം ഇറങ്ങാനൊന്നുമില്ല. ഉള്ള വേദം മര്യാദക്ക് വായിക്കുക.
ഇനിയൊരു പ്രവാചകൻ അവതരിക്കാനില്ല. ഓരോരുത്തരും ആ പ്രവാചകന്റെ ഉത്തരവാദിത്വവും ധർമ്മവും നിറവേറ്റാൻ ഇറങ്ങി പുറപ്പെടുക. അതിന് വെളിച്ചവും വഴിയും ഈ പരിശുദ്ധ ഖുർആനായി തീരുക. അപ്പോൾ പഠിക്കുക, ആ പഠിച്ച കാര്യങ്ങൾ അതല്ലാത്ത രീതിയിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നടക്കുന്ന വഴിയിലെ രാഷ്ട്രീയം നമുക്ക് ഹിതകരമാവും, നമ്മൾ നടത്തുന്ന ഇടപാടുകൾ നമുക്ക് ഹിതകരമാവും, നമ്മൾ നടത്തുന്ന കച്ചവടങ്ങൾ നമുക്ക് ഹിതകരമാവും. പലിശ ചിലപ്പോൾ ഹിതകരമായിട്ട് വരും. അതിനേക്കാൾ മോശമായത് ഇവിടെ നിന്ന് പറയാൻ പറ്റാത്ത പലതും തൽക്കാലം ഹിതകരമായിട്ട് വരും. സുന്നത്ത് കർമ്മത്തിൻ്റെ മാനദണ്ഡം എന്താണെന്ന് ചോദിക്കാൻ തുടങ്ങും. മദ്യം പരിശുദ്ധ ഖുർആനിൽ എവിടെയാണ് ഹറാമാക്കിയതെന്ന് പച്ചക്ക് മൈക്കേട്ട് ചോദിക്കാൻ തുടങ്ങും. ഇല്ലേ? അതൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളെ തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. മറ്റൊരു വിഷയമാണ് ദാവൂദ് അലൈഹി വസല്ലമയോട് അള്ളാഹു അരുളിയതായിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്. അള്ളാഹു ദാവൂദ് നബി അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ് പോലും, യാ ദാവൂദ്, പ്രവാചകരെ ദാവൂദേ, ലാ തസ്അല അന്നി ആലമൻ ഖദ് അസ്കറതഹു ദുനിയാ, എന്നെക്കുറിച്ച് ദുനിയാവ് ലഹരിയായി മാറിയ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവരോട് ചോദിക്കല്ലേ. അതൊരു വർത്താനം. പണ്ഡിതന്മാരായോട് കാര്യമില്ല, അവർ സമൂഹത്തിലെ നേതാക്കന്മാരായിരിക്കാം, പക്ഷെ അവരോട് ഇതിനെക്കുറിച്ച് ചോദിക്കരുത് ദാവൂദേ. കാരണം അവർക്ക് ദുനിയാവ് എന്തായി മാറിയിട്ടുണ്ട്? ലഹരിയായി മാറിയിട്ടുണ്ട്. അവരുടെ സുഖങ്ങളും അവരുടെ അധികാരങ്ങളും അവരുടെ നേതൃത്വങ്ങളും അവരിയ്ക്കുന്ന ഇരിപ്പിടങ്ങളും അവർ പോകുമ്പോൾ പച്ച പരവതാനിയോ ചുവപ്പ് പരവതാനിയോ വിരിക്കുന്ന കരങ്ങളുടെ ആ കീഴ്പ്പെടലുകളും അവരുടെ ലഹരിയായി മാറിയിട്ടുണ്ട്. അവരോട് പോയിട്ട് എന്നെ ചോദിച്ചാൽ, അവരോട് പോയിട്ട് ദാവൂദേ നീ എന്നെക്കുറിച്ച് ചോദിക്കല്ലേ. കാരണം എന്താണ്? അൻതരീക മുഹബ്ബത്തി, അതെന്താണ്? ഫയസുദ്ദക അൻതരീക മുഹബ്ബത്തി. അങ്ങനെ നീ ചോദിച്ചാൽ നിന്നെ എനിക്കിഷ്ടപ്പെട്ട, എനിക്ക് മഹബത്തുള്ള എൻ്റെ ആ സന്മാർഗം ഉണ്ടല്ലോ, അതിൽ നിന്ന് അവർ നിന്നെ വഴിതെറ്റിക്കും, മുടക്കും. കാരണം ഈ ചോദിക്കുന്നത് എന്നെക്കുറിച്ചാണ്. എന്നെക്കുറിച്ച് ചോദിക്കുമ്പോൾ പ്രസക്തമല്ലാത്ത പീഠത്തിലാണ് അവരിയ്ക്കുന്നത്. അതുകൊണ്ട് ആ പീഠത്തിലെ ഇരുപ്പിന്, അവരുടെ ലഹരിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ നിന്നെ വഴിതെറ്റിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളോട് നീ എന്നെക്കുറിച്ച് ചോദിക്കല്ലേ. ദുനിയാവ് ലഹരിയായ ആളുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കിടന്നതിനെക്കുറിച്ച്, ഒരു കഷ്ണം കാരക്ക കൊണ്ട് ഒരുപാട് ആൾക്കാർ നോമ്പ് തുറന്നതിനെക്കുറിച്ച്, അല്ലേ? ഷുഐബ് അബൂ താലിബിൽ വർഷങ്ങളോളം പട്ടിണി കിടന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഘോരഘോരമായിട്ട് വയൽ നടത്തുന്ന ആളുകൾ ആ വയലിൻ്റെ പീഠത്തിലേക്ക് കയറണമെങ്കിൽ ബാങ്കിൽ എത്ര ലക്ഷം വീഴണമെന്ന് ആലോചിച്ചാൽ മതി. ആരെയും പ്രത്യേകിച്ചെടുത്ത് പറയുന്നതല്ല. അതാണോ വയൽ? അതാണോ ഉദ്ബോധനം? അതാണോ പ്രബോധനം? എല്ലാവരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്. അങ്ങനെ വേണ്ടി വരുമ്പോൾ അതിലൊരു ദുനിയാ പ്രമഥിയില്ലേ? അതിലൊരു ദുനിയാവിൻ്റെ ലഹരിയില്ലേ? ആ ലഹരി നിങ്ങളെ പിടികൂടാൻ തുടങ്ങുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, പഴയ അഹ്ലു കിതാബിലേക്ക് നിങ്ങൾ വകമാറിപ്പോകുന്നു എന്ന്. മറ്റൊരു കാര്യമാണ് സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്തുക. ഇപ്പം നടക്കുന്നതാണ്. ഏതാണ് സത്യം ഏതാണ് അസത്യം എന്നും പറയാൻ കഴിയില്ല. ഇങ്ങനെ ഒരു പ്രമാണല്ലേ, ശരിയല്ലേ? അത് ശരിയാണ്. അപ്പം ഇതോ, അതും ശരിയാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുക? എനിക്ക് ശരിയെന്നോ ഞാൻ എടുക്കും. അതാണ് നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ സത്യമേത് അസത്യമേത് ഏതെന്ന് ബോധ്യപ്പെടാത്ത രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഉണ്ടല്ലോ. പണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ ഇതേപോലെ തൊഴിലാളികളോട് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ നിർബന്ധിതരായി. അങ്ങനെ തുറന്നു പറയാൻ നിർബന്ധിതരായപ്പോൾ പറയും വേണമെന്ന് അവർക്കൊട്ട് മനസ്സിലാവുകയും ചെയ്യരുത്. അവസാനം നല്ല പോലെ വർത്താനം പറയാത്ത ഒരാളെ ആ ദിവസം നല്ലോണം കോട്ടക്കിട്ടിട്ട് ആൾക്കാരെ അഭിമുഖീകരിപ്പിച്ചു. പറയാളൊക്കെ പറഞ്ഞു, ആർക്കൊന്നും തിരിഞ്ഞില്ല. അതുകൊണ്ട് പറഞ്ഞു എന്നുമായി എന്നോട്ട് മനസ്സിലായില്ല. ഏതാണ് സത്യം, ഏതാണ് അവസ്ഥ, ഏതാണ് ദുരവസ്ഥ എന്നറിയാത്തൊരവസ്ഥ. അതും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വലാ തൽബിസുൽ ഹഖ്ക ബിൽ ബാത്തിൽ വതക്തുമുൽ ഹഖ്ക വഅൻതും തഅലമൂൻ. നിങ്ങൾ സത്യവും അസത്യവും കൂടി ഇങ്ങനെ കൂട്ടിക്കുഴച്ചിട്ട് സത്യം ഏതാണെന്ന് അസത്യം ഏതാണെന്ന് നിങ്ങൾക്കറിയാം, പക്ഷേ കേൾക്കുന്നവർക്ക് മനസ്സിലാവാത്ത ദുര്യോഗത്തിൽ നിങ്ങൾ എന്തിനാണ് കാര്യങ്ങൾ ഇടപാട് നടത്തുന്നത്? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ അതും അഭിശപ്തരായ, ശപിക്കപ്പെട്ട, നശിപ്പിക്കപ്പെട്ട, ഉന്മൂലനം വന്നുപോയ ആ പഴയ അഹ്ലു കിതാബുകാരുടെ അവസ്ഥയാണ്. ആ അവസ്ഥ നിങ്ങൾക്കുണ്ടാവാതെ നോക്കണം. അതിനാണ് നിങ്ങൾ ഖസത്ത് ഖുലൂബുഹും മാവല്ലേ എന്ന് പറയുന്നത്. ഇനിയുമുണ്ട്. ഭൗതിക താല്പര്യത്തിന് വേണ്ടി ദൈവവചനങ്ങളെ സ്വയം പടച്ചുണ്ടാക്കുക അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യുക. അതല്ലെങ്കിൽ
ആരാധനാലയങ്ങളാക്കി മാറ്റുന്നത് പലപ്പോഴും ഷിർക്കിൻ്റെ ആചാരങ്ങളിൽ കൊടികൊള്ളുന്ന സ്ഥലങ്ങളായിരിക്കുക. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടോ ഇല്ലയോ? അതൊക്കെ ഓരോരുത്തർക്കും കണ്ണു തുറന്നാൽ കാണാനും അറിയാനും കഴിയുന്ന കാര്യമാണ്. ഉണ്ടെന്ന് പറയാൻ, ഇല്ലെന്ന് പറയാൻ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളൊക്കെ അള്ളാഹു നൽകിയ ബുദ്ധിയുള്ളവരാണ്, നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം പ്രാമാണികമാവണ്ടേ? എന്ന് മുതലാണ് ഇസ്ലാമിന് ഓരോ ആളുകളും സ്വന്തമായി തീരുമാനമെടുക്കുകയും ഇതെൻ്റെ വഴി, ഇത് നിൻ്റെ വഴി, നീ അങ്ങനെ നടന്നോ ഞാനിങ്ങനെ നടന്നോ, അത് വേറെ വഴിയിലാരോ പഠിപ്പിച്ചതാണ്. അങ്ങനെ ഒരു വഴി ഇസ്ലാമിനില്ല. ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാ, ലാ ജമാ ഇല്ലാ ബിൽ ഇമാറ, ലാ ഇമാറ ഇല്ലാ ബിത്താ. അനുസരണയുള്ള ഒരു അനുയായികളും അവർക്കൊരു നല്ല ഇമാറത്തും അവർക്ക് നല്ല ഒരു നേതൃത്വവും, ഒരു നേതൃത്വമല്ല, അനുസരണയുള്ള അണികളും അവർക്ക് നല്ല ഒരു നേതൃത്വവും ആ നേതൃത്വവും അണികളും കൂടി ചേരുന്ന ഒരു നല്ല സംഘടനാ സ്വഭാവവും സംഘവും സംഘടനത്വവും ഉണ്ടാകുമ്പോഴേ ഇസ്ലാം നിലനിൽക്കൂ. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ ഒരു വ്യവസ്ഥിതിയാണ്, ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ്. ഒരാൾ ഒറ്റയ്ക്ക് കൊണ്ടു നടക്കുന്ന സാധനത്തിന് ശരീഅത്ത് എന്നാ പറയുക, ശരീഅത്ത് ജീവിതത്തിൽ നടപ്പിലാക്കുക എന്നാ പറയുക. ഇസ്ലാം ആവുമ്പോൾ അതൊരു ജമാഅത്തിൻ്റെ രൂപമുണ്ടാകും. ആ അർത്ഥത്തിലാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്. എന്നിട്ട് എല്ലാ അനാചാരങ്ങളും നടന്നതിന് ശേഷം ഒരു രാജ്യം മുഴുവൻ, അങ്ങോട്ടൊന്നും പോണ്ട, ഒരു രാജ്യം മുഴുവൻ ബോംബിട്ട് തകർത്തിട്ട് അവിടുത്തെ ജനങ്ങളെ മാസങ്ങളോളം വെള്ളമോ ഭക്ഷണമോ കൊടുക്കാതെ നരകിപ്പിച്ചിട്ട് അത് കണ്ട് സഹിക്കാതെ മനുഷ്യത്വം മരവിച്ചു പോയിട്ടില്ലാത്ത ആരോ ഒന്ന് പ്രതികരിച്ചപ്പോൾ ദേ ഞങ്ങളെ കല്ലെടുത്തെറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിക്കുകയും അതൊരു വലിയ അതിക്രമമായി മുന്നോട്ട് വയ്ക്കുകയും ഞങ്ങൾ ചെയ്തതൊക്കെ ശരിയെന്ന് പറയുകയും ചെയ്യുന്നത് ആധുനിക കാലത്ത് നമ്മുടെ തിരിച്ചറിവുകളാണ്. എങ്കിൽ അത് തന്നെയാണ് പരിശുദ്ധ ഖുർആനും പറയുന്നത്. എല്ലാ അനാചാരങ്ങൾക്ക് ശേഷവും സ്വർഗം അത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഞങ്ങൾ മാത്രമേ നാളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സമക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സ്വർഗത്തിലേക്ക് നടത്തപ്പെടുകയുള്ളൂ എന്ന് സ്വയം അവകാശപ്പെടുക. ഇങ്ങനെ ദീനിന് നിരക്കാത്തത് എന്തൊക്കെയുണ്ടോ അതൊക്കെയും ഘട്ടം ഘട്ടമായി നമ്മൾ പോലും അറിയാതെ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതൊക്കെയും നമുക്ക് മുമ്പ് അഭിശപ്തരായ മുൻകാല വേദക്കാർക്ക് സംഭവിച്ചതാണ് എന്ന് തിരിച്ചറിയുകയും അത് ഞങ്ങൾക്ക് തിരിച്ച് ആ അവസ്ഥ വരാതിരിക്കാനാണ് പരിശുദ്ധ ഖുർആൻ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നത്. അതുകൊണ്ട് ആ വിമർശനം അവരെക്കുറിച്ചല്ല തങ്ങളെക്കുറിച്ചാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾക്ക് നമ്മുടെ ഉമ്മത്ത് മുസ്ലിമ വ്യക്തിതലത്തിലും സാമൂഹിക തലത്തിലും ഉണ്ടായിത്തീരും എന്നുറപ്പാണ്. ഒരുപക്ഷെ അത് മേലെ തട്ടിൽ നിന്ന് താഴേക്ക് അണികളിലേക്ക് വന്നുകൊള്ളണമെന്നില്ല. അണികൾക്ക് ബോധ്യപ്പെടുമ്പോൾ തിരിച്ചങ്ങോട്ട് ചോദിക്കണം, ഇത് നിരക്കാത്തതല്ലേ, ഇങ്ങനെയല്ലേ വേണ്ടത്? അത് പറയാനുള്ള സ്വാതന്ത്ര്യം അണികളെന്ന അർത്ഥത്തിൽ ഞങ്ങൾക്കില്ലേ? ഞങ്ങൾ അണികളാകുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ നേതൃത്വമാകുന്നത്, അതുകൊണ്ടാണല്ലോ നമ്മളൊരു സംഘവും സംഘടനയുമാകുന്നത്. അതുകൊണ്ട് അതൊരു ഇസ്ലാമിക സംഘവും സംഘടനയുമാണെങ്കിൽ അത് ഇസ്ലാമിന് നിരക്കാത്തതുണ്ടാവുമ്പോൾ ചോദ്യം ചെയ്യണ്ടേ? അതുകൊണ്ട് ചോദ്യം താഴെ നിന്ന് മേലോട്ടാവാം. അതിനുള്ള സമയവും അതിക്രമിച്ചിരിക്കുന്നു. അതെങ്കിലും ഇനി ഉണ്ടാവണം. മേലെ നിന്ന് താഴോട്ട് വരില്ല. കാരണം അധികവും അതൊക്കെ ഭൗതിക പ്രമത്തയിൽ അങ്ങ് മുഴുകിക്കഴിഞ്ഞ അവസ്ഥയിലാണ്. എല്ലാവരും എല്ലാ സംഘടനകളെ കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ആരാധനാലയങ്ങൾക്ക് പോലും മുസ്ലിം പള്ളി എന്നാണോ പേര്? അല്ലല്ലോ. നമ്മുടെ ആരാധനാലയങ്ങൾക്ക് മുസ്ലിം പള്ളി എന്നാണോ പേര്? അല്ലല്ലോ. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ നായരമ്പലമെന്ന്, നമ്പൂരി അമ്പലമെന്ന്? ഇല്ലല്ലോ. നമ്മുടെ പള്ളികൾ, ഞാനിന്ന് കോഴിക്കോട് നിന്ന് ഇതുവരെ ഡ്രൈവ് ചെയ്യുമ്പോൾ എവിടെയൊക്കെ എനിക്ക് പള്ളികൾ കാണാൻ കഴിയുന്നു അതിൽ ഭൂരിപക്ഷവും പള്ളി എന്നതിന്, മസ്ജിദ് എന്നതിന് മുന്നിൽ മറ്റൊരു ചെറിയൊരു കലിമത്തും കൂടി ഉണ്ട്, പാടില്ലാത്ത ഒരു കലിമത്ത്. അത് നമുക്കിടയിൽ വൈജാത്യങ്ങൾ ഉണ്ടാക്കും. അത് തനിക്ക് ഹിതകരമല്ലാത്ത പള്ളിയുടെ മുമ്പിൽ നിന്നാൽ പോലും, ആ സമയത്ത് ഫർള് നമസ്കാരമാണെങ്കിൽ പോലും, ആ നമസ്കാരം പോലും എനിക്ക് നിർബന്ധമല്ല എന്ന അനുയായികളെ പഠിപ്പിച്ചെങ്കിൽ, അത് പഠിച്ച അനുയായികൾ നിസ്കരിക്കാതെ അത്തരം ആരാധനാലയങ്ങൾക്ക് മുമ്പിൽ നിന്നെങ്കിൽ ഈ വിമർശനം പിന്നെ അവരെക്കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ചാണ്? അത്തരത്തിലുള്ള വിമർശനങ്ങളെ സ്വന്തം ആത്മവിമർശനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള ഭീകരമായ ദുരവസ്ഥകളിൽ നിന്ന് നമ്മെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ സമുദായത്തെയും നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തേണ്ടുന്ന ബാധ്യത ഓരോരുത്തരും വഴി നടത്തപ്പെടാൻ ബാധ്യതപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ നമ്മൾ വ്യക്തിതലത്തിലും
സംഘടനാ തലത്തിലും കുടുംബതലത്തിലും സാമൂഹിക തലത്തിലും പ്രാദേശിക തലത്തിലും രാഷ്ട്രീയ തലത്തിലും ആഗോളതലത്തിലും നമുക്കൊരു നിലപാടുകൾ ഉണ്ടാവുകയും ആ നിലപാടുകൾ ആഗോളതലത്തിൽ സ്വീകരിക്കപ്പെടുകയും അത് ചർച്ചയാകുകയും അത് നിലപാടുകളായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാഹ്. ആ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ഉമ്മത്ത് മുസ്ലിമയെയും സഹായിക്കുമാറാവട്ടെ.